കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷ് പറയുന്ന അമ്മായി സ്വത്ത് തർക്കമോ മറ്റുള്ള ഇഷ്ടക്കുറവുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും തൊള്ളേ തോന്നിയത് വിളിച്ച് പറയരുതിട്ടാന്ന് പറയും. ഞാനെന്താ പറയുന്നത്, ഞാൻ മാത്രമാണ് പറയുന്നത്, നാട്ടുകാരും പറയുന്നില്ലേ, നാട്ടുകാരെ വായടയ്ക്കാൻ നോക്കടാന്ന് പറയും. സുനന്ദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. മതി, ഇനി നമ്മൾ ഇവിടെ നിന്നൊന്നും പറയണ്ട, ഇവരോടും സംസാരിക്കേണ്ട, നമുക്ക് മാറിപ്പോവാന്ന് പറഞ്ഞ് ഹരീഷ് എഴുന്നേൽക്കും. കൂട്ടത്തിലവരെല്ലാവരും കൂടെ എഴുന്നേറ്റ് പോകും. അതെ, അമ്പലത്തിൽ വന്നിട്ട് തല്ലും വഴക്കൊന്നും വേണ്ട, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോ പിള്ളേരെ എന്ന് പറഞ്ഞ് മണിയും അവരെ ആശ്വസിപ്പിക്കും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ്. അപ്പോൾ സുഭാഷ് സൈറ്റിലേക്ക് വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. നികേഷും ഹരീഷൊക്കെ ഫോൺ ചെയ്യുന്നു. നിധിക്ക് ചൂടുവെള്ളം കൊണ്ട് സുധീഷ് വരും. നിധിക്ക് ചൂടുവെള്ളം കൊടുക്കും. അപ്പോൾ നിധി താനെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ അമ്മായി എന്ത് സ്വഭാവമാണ്, ആളും തരം നോക്കാണ്ട് എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്, പെണ്ണുങ്ങൾ വാഴൂല അതാണ് ഇതെന്ന്, നമുക്കത് മാറ്റിയെടുക്കണ്ടേന്ന് പറയും. എങ്ങനെയെന്ന് പറയും. നമ്മളിവിടെ വന്നത് എന്തിനാണ്, അപ്പോൾ സുഭാഷേൻ്റെ കല്യാണം വേഗം നടത്തണം, അത് നമുക്കൊന്ന് ആലോചിക്കണം എന്ന് പറയും. നമുക്കൊരു കാര്യം ചെയ്താലോ, അവിടെയുള്ള ആ പ്രധാന വഴിപാട് അങ്ങോട്ട് നടത്തിയാലോ എന്ന് വയ്ക്കും. എന്ത് വഴിപാട്? ആ ശൂലം കുത്തിയിട്ട് 3 പ്രദക്ഷിണം വയ്ക്കണമെന്ന് പറഞ്ഞില്ലേ, എന്തായാലും വിവാഹം നടക്കുന്നല്ലേ പറഞ്ഞതെന്ന് പറയും. അപ്പോഴത്തേനും സുഭാഷ് ഫോൺ വെച്ച് അങ്ങോട്ട് തിരിച്ചു വരും. മോളെ നീ എന്താ പറഞ്ഞു തരുമെന്ന് ചോദിക്കും. അതെ, നമുക്ക് അതിന് ആ അത് ആര് ചെയ്യണം എന്നറിയും. പറയാം അത് ഈ വിവാഹം നടക്കേണ്ട ആളുടെ ഉറ്റ ബന്ധുക്കൾ നടത്തണം എന്ന് പറഞ്ഞ്. അതിന് നികേഷും ഹരീഷും സമ്മതിക്കുമോ അത് ചെയ്യാൻ എന്ന് ചോദിക്കുന്നു സുധീഷ്. നികേഷ് ഹരീഷല്ല, നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയും. അയ്യോ നിധി, എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ പേടിയൊന്നും നോക്കണ്ട, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അവിടെ എത്ര പേരുണ്ട് അങ്ങനെ ചെയ്യണേന്ന് പറയും. അപ്പോഴത്തേനും ഏട്ടത്തി എന്ന് വിളിച്ചും കഴിഞ്ഞിട്ട് നികേഷ് ചാടി എഴുന്നേറ്റ് വരും. ഏട്ടത്തിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, ആ അതേടാ, നമുക്ക് സുധീഷിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാമെന്ന് പറയും. അപ്പോൾ സുധീഷിന് അയ്യോ എനിക്ക് പേടിയാണ്, അതൊക്കെ വെറുതെയാണ്, അനാചാരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കും. അപ്പം മണി വന്നിട്ട് മണിയും പറയും നല്ല കാര്യമാണ്, 2 ഭാര്യമാരുള്ള മുരുകനെ സന്തോഷിപ്പിക്കാനും പ്രീതിപ്പെടുത്താനുള്ളതാണ് അത്, എന്തായാലും വിവാഹം നടന്നിരിക്കും. അപ്പോൾ സുഭാഷ് പറയും ചേട്ടാ എന്നാൽ ഞാൻ ചെയ്താൽ പോരെതെന്ന് ചോദിക്കും. ഏയ് അത് ശരിയാവില്ല, അത് നിങ്ങളല്ല ചെയ്യേണ്ടത്, നിങ്ങളുടെ വിവാഹം നടക്കാൻ നിങ്ങളുടെ ബന്ധുക്കൾ ചെയ്യണമെന്ന് പറയും. ആഹാ ബെസ്റ്റ്. അപ്പോൾ സുധീഷിനോട് അനുഭവിച്ചോ എന്ന് കഴിഞ്ഞിട്ട് സുഭാഷും പറയുന്നത്. സുഭാഷ് ഏട്ടാ ഞാനോ എനിക്ക് പേടിയെന്നൊക്കെ പറഞ്ഞ് സുധീഷ് ആകെ ആകെ വെള്ളത്തിലാവണം. പറയാം എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ചെയ്യാമെന്ന് പറയും. അയ്യോ അത് വേണ്ട, നീ ഇത് ചെയ്യണ്ടെന്ന് പറയും. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞാൻ ചെയ്തോണ്ടെന്ന് പറയും. അപ്പോൾ പറയും വേണ്ട വേണ്ട ഞാൻ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സുധീഷ് മനസ്സില്ല മനസ്സോടെ സമ്മതിക്കണേ. എന്നാൽ ഞാൻ സുധീഷിന് പോയി ചായ എടുക്കട്ടെ എന്ന് പറയും. ആ ചായ എടുക്കുക എന്ന് പറയും. ഇനി എന്തിന് ചായ, വല്ലാത്തൊരു ചതിയല്ലേടോ താൻ എന്നോട് ചെയ്തതെന്ന് പറയും. സുധീഷിന് നല്ല കടുപ്പത്തിൽ എടുക്കട്ടെ എന്ന് ചോദിച്ചു നിധി അകത്തേക്ക് പോകും. അപ്പോൾ ഹരീഷ് വന്ന് പറയും ഇന്നലെ ഏട്ടത്തിന് മുറിയിലേക്ക് കയറി കിടക്കാൻ നോക്കിയില്ലേ, അതിന് കിട്ടിയൊരു പണിഷ്മെൻറ്റാണ്, അനുഭവിച്ചോ എന്ന് പറയും. പോടാ അവിടെ നിന്ന് പറയും. അതിന് ശേഷം എല്ലാവരും കൂടെ ഹാളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ സുധീഷ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ നികേഷ് പറയും എന്താണ് പ്രാക്ടീസ് ആണോ ശൂലം കുത്തണമെന്നൊക്കെ ചോദിക്കും. പോടാ, ഞാനാകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു, എനിക്കത് ആലോചിക്കുമ്പോൾ പേടിയാവണു. അതിനിപ്പോൾ എന്താ കുഴപ്പം, ഒരു കവളത്തിൽ കൂടെ ഒരു കമ്പി തുളച്ച് ഇപ്പോഴത്തെ കവളത്തേക്ക് കയറ്റും, 9 ദിവസത്തിനുള്ളിൽ പാട് പോകുന്നല്ലേ പറഞ്ഞത്, അത് ഇത്തിരി പൗഡർ ഇട്ടാൽ മാറും എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് കളിയാക്കും. അപ്പോഴത്തേന് സുഭാഷ് ചായ ആയിട്ടൊക്കെ വരുന്നുണ്ട്, അവർക്കൊക്കെ കൊടുക്കും. ആ സുനന്ദയും വരും. സുനന്ദ വരുമ്പോൾ സുനന്ദയ്ക്കും ചായ ഇടുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയും. എന്നിട്ട് സംസാരിക്കുക ഇന്നലെ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും ഉറങ്ങിയെന്ന് പറയും. അതിന് ശേഷം അപ്പോൾ ചാന്ദിനി വന്ന് പറയും വെള്ളം വരുന്നില്ല എന്ന് പറയും. അതിന് നമ്മുടെ സുനന്ദ പോയി നോക്കുമ്പോൾ സ്വിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടെന്ന് പറയും. എന്നിട്ട് ശരി പോയി കുളിച്ചോളാൻ പറയും. അങ്ങനെ നമ്മുടെ സുനന്ദ അവിടെ നിൽക്കുമ്പോൾ തന്നെ ചാന്ദിനി കുളിമുറിയുടെ ഇടയ്ക്ക് പോകണമാണ്. പെട്ടെന്ന് വെള്ളത്തിൽ ചവിട്ടി വഴുക്കും. നമ്മുടെ സുഭാഷ് പെട്ടെന്ന് താങ്ങിയെടുക്കും. അത് കഴിയുമ്പോൾ സുഭാഷ് സുനന്ദനെ നോക്കുമ്പോൾ വേഗം കൈ വിടിയിച്ച് പറയും സോറി എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ചാന്ദിനി അകത്തേക്കും പോകും. സുഭാഷിനൊക്കെ അല്ല നമ്മുടെ സുനന്ദോട് പറയും വെള്ളത്തിൽ വഴുക്കിയതെന്ന് പറയും. ശരി എന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ നികേഷ് വരും. സുഭാഷ് അവിടെ നിന്ന് പോകും. അപ്പോൾ നികേഷിനോട് അറിയും സുഭാഷ് ചേട്ടൻ്റെ വിവാഹം നിങ്ങൾ എന്താക്കി നോക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ നോക്കുന്നുണ്ട്, ഈ പെൺകുട്ടി ഏതാണ്, ഈ പെൺകുട്ടി എന്നോട് സംസാരിക്കാൻ നോക്കിയാൽ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞപ്പോൾ അത് സുഭാഷ് ചേട്ടൻ്റെ കൂടെ പണിയെടുക്കുന്ന ബയ്യരെ സഹോദരിന് അവിടെ വീട്ടിൽ ചിന്ന പ്രശ്നം, അതുകൊണ്ട് നമ്മളെ വീട്ടിൽ 2 ദിവസം നിൽക്കാൻ വന്നതാണ്, അവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കൂടെ കൊണ്ടുവന്നാണ് പറയും. എന്നാൽ ഈ കുട്ടീനെ സുഭാഷ് ചേട്ടന് വേണ്ടി ആലോചിച്ചാലോ എന്ന് പറയും. അതൊന്നും ശരിയാവില്ല, ഒന്നാമത്തെ ഭാഷ അറിയില്ല, 2 പേർക്കും ഭാഷ അറിയാണ്ട് എന്ത് കാണിക്കാൻ, വിവാഹം കഴിക്കാൻ എന്തിനാ നികേഷ ഭാഷ, അത് നല്ലതല്ല, നല്ല പെൺകുട്ടികളടാന്ന് പറയും. അത് ശരിയാവില്ല സുനന്ദേച്ചി, നമുക്ക് വേറെ നോക്കാമെന്ന് പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അവർ പോകും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നീതുവും ഹരീഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നീതുവിൻ്റെ അനിയൻ അമ്പലത്തിൽ കൂട്ടുകാരനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കല്യാണം നടത്താനുള്ള തയ്യാറെടുപ്പാണ്.
അപ്പം അച്ഛനോടും അമ്മനോടും എന്തെങ്കിലും സൂത്രം പറഞ്ഞ് അവളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് ചെല്ലും അഖിൽ. അപ്പോൾ നീതു ഭയങ്കര സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീതുവിനെ കുറേ വിളിക്കുന്നുണ്ട് അമ്മ. അങ്ങനെ അമ്മ വരും. അവൾ ദേഷ്യപ്പെട്ട് എന്താ അമ്മ പാത്രം കഴുകാനൊക്കെ പറഞ്ഞത് മുഴുവൻ ഞാൻ കഴിയച്ചല്ലോ എന്ന് പറയും. നീ വായോ ഒരുങ്ങിയ വേഗം നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് പറയും. അമ്പലത്തിലോ എന്തിനെന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും മോളെ അച്ഛന് കഴിഞ്ഞ തവണ ആക്സിഡൻറ്റ് ഉണ്ടായില്ലേ, അപ്പോൾ ഞാൻ കുടുംബത്തോടെ പോയി കഴിഞ്ഞിട്ടൊരു വഴിപാട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതിന് നീയും കൂടി വരണം എന്ന് പറയും. പിന്നെ നിങ്ങൾ പോയി കഴിച്ചാൽ മതി എന്ന് പറയും. എല്ലാവരും വരണോടി, നമ്മുടെ ബന്ധുക്കൾ വരെ ഉണ്ട് വേണ്ടപ്പെട്ടവരെന്ന് പറയും. സാരി ഉടുക്കണം കേട്ടോ നീ എന്ന് പറയും. അതെന്തിനാ സാരി ഉടുക്കണേന്ന് ചോദിക്കും. അതെ എല്ലാവരും സാരിയാണ് ഉടുക്കണം, നീ മാത്രം സാരി ഉടുക്കാണ്ടിരുന്നാൽ പറ്റില്ല, ചെല്ലടി നീ ഒന്ന് പോയി ഒരുങ്ങാൻ പറയും. ഓ എന്താപ്പം എന്നോട് ഇത്ര സ്നേഹം, എല്ലാവരോടും പറഞ്ഞു എന്നോട് മാത്രം ഇപ്പം പറഞ്ഞല്ലേ എന്ന് പറയും. ഓ നിനക്ക് പിന്നെ ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണല്ലോ, അപ്പം പിന്നെ പറഞ്ഞ് എങ്ങനെയുണ്ട് നിന്നോട് പറയാമെന്ന് ചോദിക്കും. മോളെ അച്ഛന് വേണ്ടി നീ വായൊരുങ്ങി, ആവശ്യമില്ലാത്തതൊന്നും സംസാരിക്കാൻ നിൽക്കണ്ടെന്ന് പറയും. ശരി എന്നാൽ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല, ഒരുങ്ങട്ടെ എന്ന് പറയും. അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറി പോകണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നീതു അമ്മ നീതുവിനെ നോക്കുന്നുണ്ട്. അപ്പം അമ്മ നല്ല സന്തോഷത്തോടെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അമ്പലത്തിലാണെങ്കിൽ പൂജാരി എല്ലാം റെഡിയാക്കി പെണ്ണ് വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ പെണ്ണ് ഇപ്പോൾ വരും എന്ന് പറയും. അപ്പോൾ കൂട്ടുകാരൻ പറയും ദേ കൂട്ടുകാരൻ്റെ പെങ്ങളെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡൗറി തരാണ്ടിരിക്കരുത് കേട്ടാന്ന് പറയും. അതൊക്കെ ഞാൻ തരാടാ, ഇതൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതുണ്ടാ, വീട്ടിൽ അച്ഛനോടും അമ്മനോടും പറയാത്ത ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയും. ഇതാ നീ വീട്ടിൽ പറഞ്ഞിട്ടില്ലേ പ്രശ്നമാവുമോ എന്ന് ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല, എന്നാലും അവളെ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ട, നിൻ്റെ അനിയത്തിനെ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് കൂട്ടുകാരൻ പറയും. അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് അവളെ വിടണ്ടെന്ന് പറയും. നീയാണ് എൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ, എൻ്റെ അവസ്ഥ മനസ്സിലാക്കി നീ അവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞല്ലോ. അവനാണെങ്കിൽ എന്നെ വിളിച്ചിട്ടാണ് പോയേക്കണത്, അവൻ വരുമ്പോഴത്തേനും അവളെ കഴുത്തിലൊരു താലി ഉണ്ടായിരിക്കണം, അതെൻ്റെ ഒരു വാശിയെന്ന് പറയും. അപ്പോഴത്തേനും പെണ്ണ് വരും, അതായത് നീതുവും അച്ഛനും അമ്മയൊക്കെ വരും. ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി നീതുവും അമ്മയും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പ്രൊമോയിലാണെങ്കിൽ നമ്മുടെ സുധീഷിൻ്റെ കവിളിൽ ശൂലം കയറ്റണ്, എല്ലാവരും കൂടെ പ്രാർത്ഥിക്കണം ഹരഹരോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതിന് ശേഷം ഭഗവതി ഇങ്ങനെ തുള്ളി കൽപ്പനയിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോഴുള്ള നിങ്ങൾക്ക് വരാൻ തോന്നിയത് ഇപ്പോഴെങ്കിലും വന്നല്ലോ, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല കാലമാണ്, നിങ്ങളുടെ കാലം തെളിഞ്ഞു എന്നൊക്കെ പറയും. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയും സുഭാഷേൻ്റെ കല്യാണം എന്ന് പറയും. നടക്കാതെ പോയ കല്യാണം നടന്നിരിക്കും തീർച്ച എന്ന് പറഞ്ഞായിട്ട് ഭഗവതി നിധിക്ക് വാക്ക് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.